ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ടീ ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഹെബിസ്കസ് ടീ, ചെമ്പരത്തി ചായ. ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ ഇതിൻ്റെ ഇതളുകളൊക്കെ നമുക്കൊന്ന് അടർത്തി മാറ്റാവേ. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇതളുകളും മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. എന്തായാലും പുറത്തല്ലേ നിൽക്കുന്നത്, അപ്പോൾ നമുക്കിതുപോലെ കഴുകിയെടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചായ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാവേ. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ, ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഇനി അതിലേക്ക് നമുക്ക് 2 ഗ്രാമ്പൂം കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഓരോരുത്തരുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ചായയ്ക്ക് വെള്ളമൊക്കെ തിളയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചോട്ടെ കേട്ടോ. ഇനി ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇതളുകളിലേക്ക് നമുക്ക് ഈ ചായ ചൂടോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ നിറവ്യത്യാസം, ആ ചെമ്പരത്തിയുടെ ഇതളുകളുടെ നിറം വ്യത്യാസം നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് നേരം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് എങ്ങാനും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതളുകളുടെ നിറം നമ്മുടെ വെള്ളത്തിലേക്ക് കയറി പിടിക്കും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ. ഇനി നമുക്കിതിലേക്ക് ആ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ നമുക്കിതിൽ നിന്നും മാറ്റി കൊടുക്കാം. ഒരു അരിപ്പ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്കൊന്ന് അരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു ഹെൽത്തി ടീ തന്നെയാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ വേണ്ടത്. ചെറുനാരങ്ങയുടെ കുറച്ച് തുള്ളികൾ തന്നെ വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നിറം മാറുന്നതായിട്ട് മനസ്സിലാകും. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമായിട്ട് തന്നെ വരും, നല്ല റെഡ് കളറിൽ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലൊരു മാജിക്കൽ ഡ്രിങ്കും കൂടെ ആട്ടോ. നമ്മുടെ നാരങ്ങ ചേർക്കുമ്പോൾ തന്നെ കളറും വ്യത്യാസം വരും. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം, പഞ്ചസാര അലിയിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഊറ്റി സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡ്രിങ്ക് ആയിട്ടാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചായ ആയിട്ടോ ഡ്രിങ്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഡ്രിങ്ക് ആക്കി വേണമെങ്കിലും എടുക്കാം. അപ്പം ഏറെ ഗുണങ്ങളുള്ള ഈ ടീ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഏറെ നല്ല സന്തോഷമൊക്കെ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടൊരു ഡ്രിങ്ക് തന്നെയാണല്ലോ ഇത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ചെമ്പരത്തിപ്പൂവൊക്കെ വീട്ടിലുള്ളവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ടീ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.